അല്ല മുരുമര എന്നുള്ള നെയ്പത്തിരിയും ചെമ്മീനും മാങ്ങായും മുളകും തേങ്ങ അരച്ച് വെച്ചതും ചെമ്മീൻ റോസ്റ്റുമാണ്. കഴിച്ചാലോ? അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നാഴി പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. കഴുകി വാരി നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 5 മണിക്കൂർ കുതിരാൻ വെക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങായും വലിയ ജീരകവും ചെറിയ ജീരകവും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അതുകൂടി നമ്മുടെ ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടപ്പുട്ടിന് വേണ്ടി ഉണ്ടാക്കിയ ബാറ്ററാണ് കേട്ടോ. അത് ബാക്കി വന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു നെയ്പത്തിരി ഉണ്ടാക്കിയത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചതിന് ശേഷം എണ്ണ പുരട്ടി ഒരു പ്രസ്സിൽ വെച്ച് ഇതുപോലെ നെക്കിയെടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബോൾ പോലെ ഉരുണ്ട് വരും കേട്ടോ. ഇനി ഇതിൽ തരി കുറവായിരുന്നു, നിങ്ങൾ അരക്കുമ്പോൾ കുറച്ച് തരിയോടുകൂടി അരച്ചെടുക്കുക. അതുപോലെ തന്നെ ചെറിയ ജീരകം കുറച്ച് കൂടുതലിടണേ. ഇതേ നമ്മുടെ അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേ നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പം നമുക്ക് നല്ല ചെമ്മീനും മാങ്ങായും മുളകും തേങ്ങ അരച്ച് വെച്ചതും കൂട്ടിയാണ് ഞാനിത് കഴിച്ചത്. അപ്പോൾ 2 നെയ്പത്തിരി എടുക്കുക, കുറച്ച് ചെമ്മീനും മാങ്ങായും കറി വെച്ചതും കുറച്ച് ചെമ്മീൻ റോസ്റ്റും എടുത്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോരുത് കേട്ടോ.